ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലീഡ് കോഡ് ചെയ്തു തുടങ്ങാം. ലീഡ് കോഡ് എന്ന് പറയും ലീഡ് കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂസിന് എല്ലാത്തിനും ലീഡ് കോഡ് എന്തായാലും ചോദിക്കും. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലീഡ് കോഡാണ് ഇന്ന് ചെയ്യുന്നത്. ലീഡ് കോഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ലീഡ് കോഡ് ഗൂഗിളിൽ ലീഡ് കോഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജ് വരും. ഇവിടെ വന്നിട്ട് പ്രോബ്ലംസ് എടുക്കുക. ഒരു പേജ് വരും. ഇങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെർച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവിടെ നമ്മളിന്ന് ചെയ്യാൻ പോണത് 2620 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൗണ്ടർ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിലേക്ക് വരും, ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെയാണ് നമ്മൾ ലീഡ് കോഡ് ചെയ്യുന്നത്. ഇതിന് ലീഡ് കോഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇത് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. എന്താ പറയാ, സൈൻ ഇൻ ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അല്ലാണ്ട് ഡയറക്റ്റ് നേരെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. സൈൻ ഇൻ ചെയ്ത് അതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ്സുകൾ കാര്യങ്ങൾ ഇതിലെല്ലാം ഇവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, നമുക്ക് ഇത് VS കോഡിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് തിരിച്ച് ഈ പേജിലേക്ക് വരാം. എന്നിട്ട് എന്താ ചെയ്തതെന്നുള്ളത് ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ലീഡ് കോഡ് VS കോഡിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളിവിടെ കണ്ടതുപോലെ ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇതിനെ ഞാൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, given an integer number, integer n, return a counter function. This counter function initially return n and then return 1 more than the previous value. Every subsequent time it is called n plus 1, n plus 2, etc. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻറ്റീജർ n തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിട്ടുണ്ട്. അതിൽ ഈ ഇൻറ്റീജർ പാസ് ചെയ്യുമ്പോൾ ഒരു കൗണ്ടർ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്യുന്ന വേറൊരു ഫംഗ്ഷൻ ഇതിൽ എഴുതണം. ഇതിലേക്ക് ഇനിഷ്യലി പാസ് ചെയ്യുന്ന വാല്യൂ അത് തന്നെ ആദ്യം നമ്മൾ റിട്ടേൺ ചെയ്യണം. അതിനുശേഷം രണ്ടാമത് ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ n+1 ഇവിടെ കണ്ടോ, ആദ്യം n റിട്ടേൺ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് n+1 റിട്ടേൺ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് n+2 റിട്ടേൺ ചെയ്യണം. അങ്ങനെ രണ്ടാമത് കോൾ ചെയ്യുമ്പോൾ n+2 ഇങ്ങനെയാണ് ചെയ്തു വരേണ്ടത്. കൗണ്ടർ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഇതിൽ എഴുതേണ്ടത്. അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ for counter is equal to function n എന്ന് പറയുന്നത് function. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാല് ക്രിയേറ്റ് കൗണ്ടർ എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇവിടെ കണ്ടോ, ക്രിയേറ്റ് വാർ കൊടുത്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇറ്റ് ടേക്ക് n ആസ് ആൻ ഇൻപുട്ട്. ഇത് കൗണ്ടറിന്റെ സ്റ്റാർട്ടിംഗ് നമ്പർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടോ ഈ n എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഫംഗ്ഷൻ. ഇവിടെ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. ഈ ഫംഗ്ഷന് റിട്ടേൺ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ കോൾ ചെയ്യുന്നത് അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഈ ഇന്നർ ഫംഗ്ഷന് n എന്നൊരു വേരിയബിളിലേക്ക് ആക്സസും ഉണ്ടാകും. ക്രിയേറ്റ് കൗണ്ടർ ഓഫ് കഴിഞ്ഞാലും ഇതിലേക്ക് ആക്സസ് ഉണ്ടാവും. കാരണം ഈ ഒരു n എന്ന ഇതിലേക്ക് ആക്സസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഈ ആക്സസ് കിട്ടുന്നതിനാണ് ഇത് ക്ലോഷർ എന്നാണ് ഇത് ക്ലോഷർ ഉള്ളത് കൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ക്ലോഷർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് പഠിക്കും. അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് വരുന്നത് n++. ഓക്കെ, അത് അടുത്ത ആദ്യം n വരും, അത് കഴിഞ്ഞിട്ട് അടുത്ത n+1 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
കഴിഞ്ഞിട്ട് counter is equal to create counter. ഇവിടെ എന്നിലേക്ക് നമ്മൾ ഒരു വേരിയബിളിനെ കൊടുക്കണം, ഒരു നമ്പറിനെ നമ്മൾ കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗ് കൗണ്ടർ, ഇവിടെ കണ്ടോ നമ്മൾ കൗണ്ടർ അല്ലേ, കോൺസ്റ്റ് പറഞ്ഞ് കൗണ്ടർ അല്ലേ കൊടുത്തിരിക്കണേ, അതുകൊണ്ട് കോൺസ്റ്റ് കൗണ്ടർ എന്നിട്ട് ഇതിന്റെ പേര് 10, നമ്മളിവിടെ 10 കൊടുത്തില്ലേ, അത് ഇവിടെ കിട്ടി. അതുപോലെ നമ്മൾ ഇതിനെ കോൾ ചെയ്തു, അപ്പൊ നമുക്ക് 10 കിട്ടി. ഓക്കെ, എഗെയിൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണേന്ന് നോക്കാം. ഓക്കെ, എഗെയിൻ നമ്മൾ 2 തവണ കോൾ ചെയ്യുന്നുണ്ട്. ആദ്യം കോൾ ചെയ്യുമ്പോൾ 10 വന്നു, രണ്ടാമത് കോൾ ചെയ്യുമ്പോൾ 11 വന്നു, അത് കഴിഞ്ഞിട്ട് 12 വന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിൽ n++ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമുക്കിത് എന്താ ക്ലോഷർ എന്ന് പറഞ്ഞു. ക്ലോഷർ എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് അതിന്റെ ഇന്നർ സ്കോപ്പിലും അതിന്റെ പേരന്റ് ഫംഗ്ഷനിലേക്കുള്ള സ്കോപ്പിലും ഗ്ലോബൽ സ്കോപ്പിലേക്കും ഇതിലുള്ള വേരിയബിളിലേക്ക് ആക്സസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ക്ലോഷർ എന്ന് പറയുന്നത്. കാരണം ഈ ഫംഗ്ഷൻ ഇവിടെ എൻഡ് ചെയ്താലും ഈ എന്നിലേക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ ആക്സസ് കിട്ടും. അതിനെയാണ് നമ്മൾ ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ലീഡ് കോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.